നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ എക്താ നഗർ എന്ന് പറയുന്ന ഈ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണുള്ളത്. ഇതാ നമ്മുടെ എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ. ഈ ഏകദേശം ഒരു 85 കിലോമീറ്റർ മാറിയാണ് എക്താ നഗർ അഥവാ കെവാഡിയ അതന്നെ റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷന് ഒരു സവിശേഷതയുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ നമ്മുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നർമ്മദാ നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് കെവാഡിയ അഥവാ എക്താ നഗർ. ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രതിമേന്റെ അടുത്തേക്ക് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന, അതായത് എന്റെ പിറകിലേക്ക് കാണുന്ന ആവശ്യമില്ലേ, അവിടെയാണ് ഓട്ടോ സ്റ്റാൻഡ്. അതായത് നമ്മുടെ ക്യാബുകളൊക്കെ അവൈലബിൾ ആവുന്ന അവിടെയാണ്. ഇപ്പോഴും ഉണ്ടാവണമെന്നില്ല, കാരണം ട്രെയിൻ ഇവിടെ വന്നിറങ്ങുന്ന സമയത്ത് മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അതെ, ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. ഇപ്പൊ സമയം എത്രയാണ്? സമയം ഇപ്പൊ ഏകദേശം 6 മണിയായി. നമ്മൾ പോകുന്ന വണ്ടി 9:20 എക്താ നഗർ ടു ദാദർ വെസ്റ്റേൺ വരെയുള്ള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മൾ വീഡിയോന്റെ അതുപോലത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ ഇന്ന് പോകുന്നത് ഗുജറാത്തിൽ എക്താ നഗറിൽ നിന്ന് നേരെ പോകുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്കാണ്. മുംബൈയില് നമ്മുടെ വണ്ടി, മുംബൈയിൽ കുറെ സ്റ്റേഷനുകളുണ്ടല്ലോ, മുംബൈയിലേക്ക് നമ്മുടെ വണ്ടി പോകുന്നത് ദാദർ വെസ്റ്റേൺ മീൻസ് ദാദർ സെൻട്രൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടത്തേക്കാണ് ഇന്ന് പോകുന്നത്. 9:20 വണ്ടി സ്റ്റാർട്ട്. നമ്മൾ RIC ആയിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്, ഇപ്പൊ കൺഫേം ആയി. S2 4-5 ലോവറും മിഡിലും. അതൊക്കെ ട്രെയിനിൽ കയറിയ ശേഷം. അപ്പൊ നമുക്ക് ഇവിടത്തെ ഉണ്ടല്ലോ നല്ല അടിപൊളി ചെടിയൊക്കെ വെച്ച് അടിപൊളി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അവിടെ ഉണ്ട്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. അതെ, റോഡിന്റെ അവിടത്തേക്കൊക്കെ പോവാം. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര എന്തായാലും നല്ല രീതിയിൽ ഡെവലപ്പ് ഉണ്ടല്ലോടാ നബി. പിന്നെ വേറൊരു കാര്യം, ഈ 1000 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്ന 1500 രൂപയുടെ ടിക്കറ്റ് ഇല്ലേ, ആ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇവിടെ സ്റ്റേഷനിൽ വന്നാൽ തന്നെ ബസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവർക്ക് ആ ബസ് കിട്ടും. അല്ലാതെ ബുക്കൊന്നും ചെയ്യാതെ ചുമ്മാ കാണാൻ വേണ്ടി, ആ പുറത്തുനിന്ന് കാണാൻ വേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ ടിക്കറ്റ് ഒന്നും എടുത്തില്ലായിരുന്നു, പുറത്തുനിന്ന് തന്നെ കണ്ടതായിരുന്നു. അതിന് ഇവിടെ അതെ, അങ്ങനെ വരുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്ന പാടം തന്നെ ക്യാബ്സ് ഉണ്ടാവും. 150 രൂപയുള്ളൂ കേട്ടോ. ഇതുപോലെ ഇരിക്കാം. പിന്നെ നടക്കാനൊന്നും പറ്റില്ല, കുറച്ച് അങ്ങ് നടന്ന് പോകാനുണ്ട്. 6 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അതെ, പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ, ഇവിടെയൊക്കെ മൊത്തം ഉണ്ടല്ലോ ചെടികളാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടുത്തെ ചെടികളാണ്, എല്ലായിടത്തും നല്ല ചെടികളാണ്. ഇതാ നമ്മുടെ ലൈറ്റ് ഹൗസിനെ പോലത്തെ ഒരു സാധനം നോക്കിയടാ, അല്ലേ? റോഡൊന്ന് കാണാം. ഇവിടെ ഇത്ര നേരം നല്ല പിന്നെ പാട്ട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നു അല്ലടാ. ഇവിടെ നല്ല പരിപാടിയാണ്. നല്ല ഇത് ഇന്ത്യയിലെ തന്നെ ഒരു മെയിൻ സ്ഥലമല്ലേ ഇത്. ഈ നമ്മുടെ ഈ യൂണിറ്റ്, ഈ പ്രതിമ വന്നതിന് ശേഷം ഇതാണ് ആ റോഡ് കേട്ടോ. നല്ല ഇതാ, ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഒന്നിച്ച് കാണാം. ഇതാ ഈ റോഡ് ഇതാണ് കേട്ടോ. അങ്ങ് അവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ മലനിരകൾ കാണുന്നുണ്ടോ? ആ ഭാഗത്താണ് നമ്മുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നല്ലേ നവി? ഈ റോഡ് കണ്ടോ, ആ ബിൽഡിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത്. അവിടെ എന്തോ പരിപാടി ഉണ്ട്. അത് നമുക്ക് കോപ്പിറൈറ്റ് വരും പാട്ടിട്ടാലല്ലേ. എക്താ നഗർ ഗുജറാത്തിയിൽ ആദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ ഹിന്ദിയില്, ഇംഗ്ലീഷില്. ഇത് ഗുജറാത്തി ഭാഷയല്ലേ? അത് ഹിന്ദി. എക്താ നഗർ അത് ഇംഗ്ലീഷ്. ഇവിടെ ATM ഉണ്ട് കേട്ടോ. ഇതിലേക്കൂടെ ഒക്കെ നടക്കാൻ പറ്റുവാണെങ്കിലല്ലേ. ഇതിലേക്കൂടെ ചാടിക്കയറാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെയും ചെറിയൊരു എന്താ പറയുക, ഒരു പ്രതിമയുണ്ടാ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലും. ഒരു ചെറിയൊരു മിനി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ നല്ല ക്ലൈമറ്റാണ്. ശരിക്കും നടക്കാൻ പറ്റിയ സമയമാണ് അല്ലേ നവി? അല്ലേ? എടാ ഇവിടെ മാസ്ക് ഉണ്ട്. ഇവിടെ നമ്മൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. ആ സമയത്ത് വർത്താനം പറഞ്ഞാൽ കേൾക്കില്ല. ആൾക്കാരുടെ അടുത്തെത്തുമ്പോൾ നമുക്ക് മാസ്ക് വെക്കാം. അല്ല, മാസ്ക് ഇട്ട് ശീലമായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടത്തേക്ക് ഇറങ്ങിയാലോ? ഇതല്ലേ ഇറങ്ങാനുള്ള വഴിയില്ലേ? ഇറങ്ങണ്ട, വേണ്ട. അതെ അതെ, ഞാനും മാസ്ക് ഇടും. ഇനി ആൾക്കാരുടെ അടുത്തേക്കല്ലേ പോകുന്നത്. നമ്മൾ അവിടുന്ന് സ്റ്റേഷന്റെ പുറത്തുനിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന അഹമ്മദാബാദ് എക്താ നഗർ ജനശതാബ്ദി ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇത് മാറ്റുന്നത് ആയിരിക്കും. നമ്മളെ വണ്ടി അങ്ങ് അതാണ്, ആ ചുവന്ന കളറിൽ കാണുന്ന LHP കോച്ച്. അത് ഇവിടെ കൊണ്ടുവിടുമായിരിക്കും. നടുക്കൊരു ട്രെയിൻ ഉണ്ട്, അത് പ്രതാപ് നഗർ അങ്ങനെ എന്തോ പറഞ്ഞു, പ്രതാപ് നഗർ തന്നെ എന്തോ, അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വണ്ടിയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, എക്താ നഗർ. ഇതാണ് നമ്മുടെ നെയിം ബോർഡ്. ആ മുകളിൽ കാണുന്നതാണ് കേട്ടോ ഗുജറാത്തി ഭാഷ.
പിന്നെ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്. അഹമ്മദാബാദിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ഡിപ്പാർട്ട് ചെയ്ത് പോയിട്ടോ 8:20. ഇനി നമ്മളെ വണ്ടി ഇപ്പോൾ ഇവിടെ വരും. നമ്മൾ സ്റ്റേഷൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഇതാണ് രാത്രി കാഴ്ച നമ്മളെ എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ്റെ. കിടിലനല്ലേ? എന്താ ലൈറ്റിങ്ങിൽ ഇങ്ങനെ കുളിച്ചിട്ടേ ഇല്ലല്ലേ നവി? ഇത് മാത്രമല്ല, സ്റ്റേഷന്റെ പുറത്തേക്കുള്ള ഭാഗങ്ങൾ മൊത്തം ഈ ഭാഗങ്ങളൊക്കെ കണ്ടത്. ഇവിടെ നമ്മുടെ ഫ്ലാഗ് ഉണ്ട്. ജസ്റ്റ് നമ്മളെ റേക്ക് വന്നു കേട്ടോ നവി. പ്ലാറ്റ്ഫോമിൽ വന്നു, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു. കിടിലല്ലേ നവി? അടിപൊളി കേട്ടോ. നമ്മളെ റോഡ് ആ ഭാഗമൊക്കെ നോക്കറ. അതാ കിടില. നവി ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എക്താ നഗർ റെയിൽവേ സ്റ്റേഷൻ. നമ്മളെ വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ റേക്ക് വന്നു കേട്ടോ. റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറുകയാണ്. S2. ഇത് ഈ ടൈപ്പ് കോച്ചാണല്ലേ? LHP ICFൻ്റെ മോഡൽ കോച്ചാണ്. ശരി, ഞാൻ LHP പ്യുവർ LHP വിൻഡോ തന്നെയാണ് വിചാരിച്ചത്. 5-4 ഇതാ ഇത് നമ്മളുണ്ടല്ലോ RIC നവി. RIC 50 ഉണ്ടാകുമ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാൻ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്, 2 അപ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് RIC വെയിറ്റ് ലിസ്റ്റും വരുമ്പോൾ പ്രിഫറൻസ് കൊടുത്താൽ അത് കിട്ടൂല. അവൈലബിൾ ആയ സീറ്റാണോ അത്? ഇത് രണ്ടും വന്ന് പോട്ട് കുഴപ്പമില്ല അല്ലേ? ഇന്നത്തെ ഒരു നൈറ്റ് മാത്രമല്ല ട്രാവൽ ചെയ്യാനുള്ളൂ, അതുകൊണ്ട് പ്രശ്നമില്ല. എക്താ നഗർന്ന് 9:25 തന്നെ നമ്മളെ വണ്ടി ഡിപ്പാർട്ട് ചെയ്ത് കിട്ടുക. റൈറ്റ് ടൈമിംഗ് ആണ്. ഇപ്പോൾ എക്താ നഗറിനോട് വിടാം. വീണ്ടും വരാം അല്ലേ നവി? എക്താ നഗറിലോട്ട് വീണ്ടും വരാം. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളം വാങ്ങിച്ചത് കേട്ടോ, ആ ഒരു കടയിൽ നിന്ന്. ഇവിടെയൊക്കെ പാട്ടാണ്. വണ്ടി ഡിപ്പാർട്ട് ചെയ്ത് ഏകദേശം 51 കിലോമീറ്റർ വന്ന് ദബോയ് എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തി കേട്ടോ. ഇത് നമ്മളെ കോച്ചല്ല, ഇത് പ്യുവർ LHP കോച്ച്. നല്ല LHP വിൻഡോനായിട്ടുള്ള അവിടെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മുടെ കോച്ച് മാത്രം മറ്റേ ICF മോഡലുള്ള ആ ഒരു ഇത് മാത്രം. ഇപ്പം ഇവിടുന്ന് വെരി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മൾ ഇത്ര നേരം ഈ ഡയറക്ഷനിലാണ് പോയത്. അവിടുന്ന് എഞ്ചിൻ മാറ്റിയിട്ട് അങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് പോകും. ഇനി ഇവിടെ വഡോദരയിൽ നിന്ന് ആദ്യം എഞ്ചിൻ മാറ്റി അങ്ങോട്ട് പോകും. 2 തവണ എഞ്ചിൻ ചേഞ്ച് ചെയ്യും. അതെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ദബോയ് ജംഗ്ഷൻ. വണ്ടി ഒരു ഡിലേ 51 കിലോമീറ്റർ ഒക്കെ ഉണ്ടല്ലോ, 35 മിനിറ്റ് കൊണ്ട് എത്തി. പെട്ടെന്ന് എത്തി വണ്ടി. ഇവിടെ ചാർജിങ് പ്ലോട്ടൊക്കെ 2 സൈഡിലായിട്ടാണ് കേട്ടോ. അവിടത്തേക്ക് പോകാം. അതെ, നമ്മളവിടത്തേക്ക് തന്നെ പോവാം. അതെ, നമ്മളെ ലോക്കോ അടുത്തേക്ക് പോയി കിട്ടുക. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോയി വരുമ്പോഴത്തേക്കും വണ്ടി അടുത്തേക്ക് പോയി. ഇനി ലോക്കോ അവിടെ ഘടിപ്പിച്ചിട്ട് ആ ഡയറക്ഷനിൽ പോകും. എൻജിൻ ഘടിപ്പിച്ച് നമ്മുടെ വണ്ടി ദബോയ് ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു കിട്ടുക. ഞാൻ അവിടത്തേക്ക് പോകാത്ത അവിടെ മൊത്തം ഇരുട്ടാണ്. ഇവിടെ ഈ ഒരു വെളിച്ചമുണ്ട്, അതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ഒരു 10-35 കിലോമീറ്റർ 30-35 ആ 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് വഡോദരയിലേക്ക് കേട്ടോ. നമ്മളങ്ങനെ വഡോദര എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഡോദര എന്ന് പറഞ്ഞാൽ വേറൊരു പേര് കൂടിയുണ്ട്, പരോഡ എന്നാണ് പേര് പണ്ടുണ്ടായത്. ഇപ്പം വഡോദര എന്ന് വിളിക്കും. ഇപ്പോൾ സ്റ്റേഷൻ എത്തും. നമ്മൾ ഇവിടുന്ന് IRCTC വഴി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഇവിടുന്ന് വാങ്ങി കഴിക്കാം. 50 അതെ, ഇപ്പൊ ഈ ഡയറക്ഷനിലല്ലേ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ടല്ലോ വഡോദരയിൽ നിന്ന് ഈ ഡയറക്ഷനിൽ പോകട്ടോ. അതിന് പോകുന്നത് വഡോദരയിൽ നിന്ന് സൂറത്ത്, വാപ്പി, വൽസാദ്, സൂറത്ത് വഴി നേരെ മുംബൈ ദാദറിലേക്ക്. എക്താ നഗർന്ന് മുംബൈയിലേക്ക് 400 ചില്ലറ കിലോമീറ്റർ ഉണ്ട്. നമ്മളിതാ ആ ഒരു കർവ് എടുക്കലായിട്ട് നേരെ ഇങ്ങനെ വളഞ്ഞ് പോലായി. എവിടത്തേക്ക്? വഡോദരയിലേക്ക്. ഇത് തുറക്കാത്ത എന്താണെന്നറിയാം, കുറച്ച് സ്പീഡ് കുറച്ചതിന് ശേഷം തുറന്നാൽ മതി. ഇപ്പോൾ നല്ല സ്പീഡുണ്ട്. നവീൻ ഇതിൽ കാണുന്നതാ, പിന്നീട് കാണുന്നുണ്ട്. വഡോദര എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വഡോദര ജംഗ്ഷൻ. ഇതൊക്കെ ചേരിയാണ് ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് ആൾക്കാർ നിൽക്കുന്ന. ഇപ്പം നമ്മളുള്ളത് 8 ഫ്രണ്ടിലാണ് കേട്ടത്. 8 ഫ്രണ്ടിലാണ് ഉള്ളത്. പശുക്കളെല്ലാം പോകുന്നത്.
WAP7 വഡോദരയുണ്ട്. നമ്മളങ്ങനെ വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മന്ദം സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത്. നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ, ഇത് പോകുന്നേ ഇല്ല. റെയിൽവേ സ്റ്റേഷൻ ഒന്നിലേക്കാണോ പോകുന്നത്? വഡോദര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. സമയത്ത് നല്ല തിരക്കുണ്ട്. അതെ 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 അതെ, നല്ല തിരക്കുണ്ട്. എനിക്കിപ്പോൾ ഇവിടുന്ന് വേഗം ഫുഡ് വന്നവിടെ 5 മിനിറ്റിനുള്ളിൽ കഴിക്കണം, കിടക്കണം. ഭയങ്കര ഒരു വരുന്നു. കാരണം നാളെ നേരത്തെ എണീക്കും വേണം. പിന്നെ പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ പോകുന്നത് മുംബൈ ദാദറിലേക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് നമ്മൾ നേരെ പോകുന്നത് പനവേലിലേക്കാണ്. പനവേലി വരെ ഉണ്ടാവും ഈ ഒരു വീഡിയോ. എന്നിട്ട് വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. സമയം 10 മണിക്ക് മാംഗോ ഫ്രൂട്ടി കുടിക്കുന്ന നവി. അയ്യോ സോറി, മാറിപ്പോയി. 11:15 മാറിപ്പോയി. ഫുഡ് കഴിച്ചു കേട്ടോ, നല്ല ഫുഡല്ലേ ഉണ്ടേ. അതെ, വഡോദരയിൽ ഇപ്പൊ വണ്ടി എടുക്കും. നമ്മൾ കിടന്നുറങ്ങാൻ പോലെ നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. മുംബൈ എത്ര മണിക്ക് എത്തും ഏകദേശം? വണ്ടി ടൈം 5:30 അതെല്ലാം 5 മണിയാകുമ്പോൾ എത്തും. 5:15 എത്തും. നമുക്ക് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്, നാളെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. പാരലർ ഉണ്ട്. പാരലർ റണ്ണാണ് കേട്ടോ. ഇത് അതും വരുന്നതാ. ഇപ്പൊ ഉറങ്ങിയ ബുറിവള്ളി എത്തിയില്ലേ? സമയം 4:45 കഴിഞ്ഞു. ബുറിവലി എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഇനി ഇപ്പൊ 23 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ദാദറിലോട്ട് കേട്ടോ. അതെ, മുംബൈ സിറ്റിയിൽ ഇതൊക്കെ പാരലർ ഉണ്ടായിരുന്നു. അത് നല്ല സ്പീഡിൽ പോകുന്നു, ഇതും നല്ല സ്പീഡിൽ പോകുന്നു. നമ്മളെ വണ്ടി അതിന് ഓവർടേക്ക് ചെയ്ത് അല്ലേ. അതെ അതെ അതെ. സമയം ഇപ്പൊ ഏകദേശം 4:45. സ്റ്റേഷൻ നേരത്തെ അവസാനമായിട്ട് കഴിഞ്ഞ സ്റ്റേഷൻ. അതെ, ഇനി ഒരു സ്റ്റേഷൻ കൂടി ഉള്ളൂ, അത് ദാദർ തന്നെയാണ്. അതെ, നമുക്ക് അവിടുന്ന് പനവേലിലോട്ട് ലോക്കൽ ട്രെയിൻ പോകണം കേട്ടോ. കുറേ ട്രെയിനുകൾ നിർത്തിയിട്ടിട്ടുണ്ടല്ലോ. യാടാന്ന് തോന്നല്ലേ നവി? ഒരുപാട് ട്രെയിനുകൾ അത് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. പാളത്തില് ലൈറ്റ് അടിക്കുമ്പോൾ ഇതിനെ തിളങ്ങുന്ന ഇങ്ങനെ ഈ ലൈറ്റ് രാത്രി പുറത്തൊക്കെ ഇങ്ങനെ ഇപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഈ ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് നല്ല തണുപ്പുണ്ട്. നമ്മൾ മാസ്ക് വെച്ചു, N95 മാസ്ക് തന്നെ വെച്ചു കേട്ടോ. മാഹിം ജംഗ്ഷൻ കേട്ടോ, ഈ നമ്മുടെ ധാരാവിയൊക്കെ ഉള്ളത് അല്ലേ നവി? അതെ, ധാരാവുള്ളത് ഈ ഭാഗത്താണ് മാഹിം ജംഗ്ഷൻ. നമ്മൾ അന്ന് വന്നപ്പോൾ മാഹിം ജംഗ്ഷനിലാണ് വന്നത് കേട്ടോ. ട്രെയിനല്ല, ട്രെയിൻ തന്നെ, പക്ഷെ അത് ബൈ റോഡ് വഴിയാണ് വന്നത്. CST ചേരിയാണ് ഇവിടെ മുഴുവൻ കേട്ടോ. ധാരാവി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതെ, ഇരുട്ടായതുകൊണ്ടാണ്, അല്ലേ നല്ല കാഴ്ചകളായിരുന്നു ഈ ഭാഗത്തൊക്കെ. വി ആർ റീച്ച് ദാദർ. 5:30 ടൈം. വണ്ടി നേരത്തെ എത്തി. കിട്ടില്ല സർവീസ് അല്ലേ? നല്ല സർവീസ്. എന്താ പിന്നെ എഴുന്നേറ്റോ. ഇവിടുന്ന് നമുക്ക് പനവേലേക്ക് ലോക്കലിലേക്ക് പോകണം കേട്ടോ. ലോക്കലിൽ പോവാം. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാമല്ലോ നവി? അതെ, ഇവിടെ ഇറങ്ങാം. 5 മണിയായില്ലേ, ലോക്കൽ ട്രെയിനൊക്കെ അവൈലബിൾ ആണോന്ന് അറിയില്ല. നവീൻ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മള് പിന്നെ കുർളയിലേക്ക് ഫസ്റ്റ് പോകണം. കുർളയിൽ നിന്ന് നമുക്ക് ആദ്യം പനവേലേക്ക് പോകണം. ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ നവീൻ അവിടുന്ന്. ഞങ്ങൾ കുർളയിലാണ് ഉള്ളത്. കുർളയിൽ നിന്ന് പനവേലേക്കുള്ള ലോക്കലിൽ കയറാം. നമ്മൾ ദാദറിന്ന് സബർബൻ കയറി കുർളയിൽ ഇറങ്ങി. കുർളയിൽ നിന്ന് വീണ്ടും സബർബൻ കയറി നമ്മൾ പനവേലേക്ക് പോകുന്നു. ഒരു 30 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും അല്ലേ? 40 രൂപ 2 പേർക്ക്. 40 രൂപയാണ് 2 എടുക്കുന്നത്. വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇരുട്ടാണ്. ഇരുട്ടാണ്, അതുകൊണ്ടാണ് പുറത്തേക്കുള്ള കാഴ്ചയൊന്നും എടുക്കാത്തത്. പകലാണ് കിട്ടില്ല
ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഇത് സ്ലോ ആണല്ലേ? ഇത് സ്ലോ, ലോക്കൽ സ്ലോ ആണ്. ഞങ്ങൾ പനവേൽ റെയിൽവേ സ്റ്റേഷൻ്റെ വെയിറ്റ് റൂമിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? നമ്മളെ പുറത്തുനിന്ന് അധികം എടുക്കാത്ത ആളുകൾ ഇഷ്ടംപോലെ ടാക്സിക്കാരുണ്ട് ഇവിടെ കുറേ അലമ്പട്ടിയും അതെല്ലാ സിറ്റികളിൽ ഇല്ലാത്ത പൊതുവെ അവിടെ വീഡിയോ അവിടെ നിന്ന് എടുക്കാതിരുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ക്യാമറ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലൊന്നും വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര നമുക്ക് മാസ്ക് ശബ്ദം കിട്ടില്ല. അതാണ് മുംബൈയിലായതുകൊണ്ടാണ് ഞാൻ മാസ്ക് അധികം അല്ല ഇവിടെ ഇപ്പം ആരുമില്ല, വെയിറ്റ് റൂമിലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞ ലോക്കൽ ട്രെയിൻ വെച്ച് നമുക്ക് ഒരു 42 കിലോമീറ്ററോളം വെറും 40 രൂപക്ക് വന്നു. അതെ അതെ. ഇപ്പോൾ അതിപ്പോൾ പിന്നെ ബസ്സിന് വന്നാലും കുറച്ച് പൈസ സമയം പോകും, കാരണം ട്രാഫിക് വരും. ബസ് എവിടെ നിന്ന് കിട്ടുന്നൊന്നും അറിയില്ല. പിന്നെ ക്യാബിലാണെങ്കിൽ ഒരു 1000 രൂപയാവും. അപ്പോൾ എന്താ പറയുക, എക്താ നഗറിൽ തുടങ്ങിയ യാത്ര ഇവിടെ പനവേൽ അവസാനിച്ചു. ഇനി ഇവിടുന്ന് നമ്മൾ നാട്ടിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ പോകും. അത് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്നായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കണ്ടുകൊണ്ടിരിക്കും. ബൈ.